ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അതായത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്, ഒരു കോർഡിനേറ്റ് സിസ്റ്റം, അതായത് നമ്മൾ മോഷനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും ഒരു കോർഡിനേറ്റ് സിസ്റ്റം വേണം. ആ കോർഡിനേറ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റൊട്ടേഷൻ ഈസ് എ കൈൻഡ് ഓഫ് ആക്സിലറേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിലറേഷനാണ്. കാരണം വെലോസിറ്റിയുടെ ശരിക്കും അവിടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് റൊട്ടേഷൻ്റെ കേസിൽ. അപ്പോൾ ഡയറക്ഷൻ മാറുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറുകയാണ്. അതായത് അതൊരു ആക്സിലറേഷനാണ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈസ് ആൻ ആക്സിലറേറ്റിംഗ് ഫ്രെയിം. അപ്പോൾ നമ്മൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മോഷൻ ഒബ്സർവ് ചെയ്യുമ്പോഴും റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് മോഷൻ ഒബ്സർവ് ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഇനേർഷ്യൽ ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് എക്സ് ഐ വൈ ഐ സെഡ് ഐ. അപ്പോൾ ഇനേർഷ്യൽ എന്ന് കാണിക്കാനാണ് ഇവിടെ ഐ എന്ന് കൊടുത്തിട്ടുള്ളത്. എക്സ് കോർഡിനേറ്റിന് എക്സ് ഐ എന്നാണ് വിളിച്ചത്, വൈ കോർഡിനേറ്റ് വൈ ഐ, സെഡ് കോർഡിനേറ്റിന് സെഡ് ഐ. അതുപോലെ റൊട്ടേറ്റിംഗ് ഫ്രെയിമിനെ കാണിക്കാനാണ് എസ് പ്രൈം. ദാറ്റ് ഈസ് എസ് പ്രൈം. ഇവിടെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഏതാണ്? റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്. അതായത് റൊട്ടേറ്റിംഗ് ഫ്രെയിം. അതുകൊണ്ട് അതിൻ്റെ എക്സ് ആക്സിസിനെ എക്സ് ആർ എന്ന് വിളിച്ചു, വൈ ആക്സിസിനെ വൈ ആർ, സെഡ് ആക്സിസിനെ സെഡ് ആർ എന്ന് വിളിച്ചു. ഓക്കെ. പിന്നെ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഒരു ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫ്രെയിമുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഇനേർഷ്യൽ ഫ്രെയിമാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. അതെന്തില്ല, അതിന് നമ്മൾ റെസ്റ്റിലായിട്ട് കാണുക. ഓക്കെ, ബ്ലൂ കളർ ഫ്രെയിമിനെ. പിന്നെ ഈ ഓറഞ്ച് കളർ കാണിച്ചിട്ടുള്ളതാണ് റൊട്ടേറ്റിംഗ് ഫ്രെയിം. അവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡയറക്ഷൻ അവിടെ കാണിച്ചിരിക്കണം കേട്ടോ. ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിൽ ഓറഞ്ച് കളറുള്ളത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കറക്കത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്റ്റേജാണിത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് വിട്ടിക്കുണ്ടല്ലോ ബ്ലൂവിൽ നിന്ന് ഒന്ന് കറങ്ങിയതുകൊണ്ടാണത്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്ലൂ കളർ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് ഒരാൾ മോഷൻ ഒബ്സർവ് ചെയ്യാണ്, പുറത്തുള്ളൊരു മോഷൻ. അതേപോലെ ഈ റൊട്ടേഷൻ ചെയ്യാത്ത ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യും. സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി കൺസിഡർ എ പാർട്ടിക്കിൾ ഇൻ എ സ്പേസ്. സ്പേസിലൊരു പാർട്ടിക്കിൾ ഉണ്ട്. അതിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെന്ത് ചെയ്യാണ്? ബ്ലൂ കളർ കോർഡിനേറ്റ് സിസ്റ്റം ഇനേർഷ്യൽ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആർ ഐ എന്ന് വിളിച്ചു. അതിൻ്റെ ആർ ഐ ആണ് ഇനേർഷ്യൽ ഫ്രെയിമിലെ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ. റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ആർ ആണ്. പക്ഷേ ഇവിടെ രണ്ട് ഒറിജിനും എന്താണ്? കോയിൻസൈഡ് ചെയ്ത് കിടക്കുക. രണ്ട് ഒറിജിനും സെയിം ആണ്. അതുപോലെ രണ്ടിൻ്റെയും സെഡ് ആക്സിസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിൻ സെയിം ആയതുകൊണ്ട് തന്നെ പൊസിഷൻ വെക്റ്റർ വരച്ചാൽ രണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? രണ്ടും സെയിം ആയതുകൊണ്ട്, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? ആർ എന്ന് വിളിച്ചു. കോമൺ ആയിട്ട് ആർ. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്, ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ പി ഫ്രം ഇനേർഷ്യൽ ഫ്രെയിം അതിന് നമ്മൾ വി ഐ എന്ന് വിളിച്ചു. വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ പി ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം അതെന്താണ്? വി പി അല്ല വി ആർ. ഓക്കെ, ഇനി നമുക്ക് രണ്ടിനും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ രണ്ടിനും മെഷർ ചെയ്യുന്നത് ഒരു സെയിം ആയിരിക്കില്ല. രണ്ടും ഒരു ക്വാണ്ടിറ്റി കൊണ്ട് രണ്ടും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ഒരു ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തു. ഒരു ബസ് ഇവിടെ നിൽക്കുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെസ്റ്റിലൊരു ബസ്സിലാണ്. അപ്പോൾ സൈഡിലൂടെ ഒരു ഓട്ടോ ഇങ്ങനെ പോയി. ഓട്ടോ അല്ലെങ്കിൽ ഒരു ബൈക്കോ എന്തെങ്കിലും ഒന്ന് പോയി. അപ്പോൾ ബൈക്കിൻ്റെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മളെ ബസ് റെസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ഈ വേഗത അനുഭവപ്പെടുക? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി സപ്പോസ് ഇത് റെസ്റ്റിലാണ്, ബൈക്ക് റെസ്റ്റിലാണ്. നമ്മളെ ബസ് 10 മീറ്റർ പെർ സെക്കൻഡിൽ മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബൈക്കിൻ്റെ വേഗത എത്ര അനുഭവപ്പെടുക? -10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ശരിക്ക് ബൈക്ക് ഇവിടെ റെസ്റ്റിലാണ്, നമ്മൾ മൂവ് ചെയ്ത് നമ്മളെ മൂവ്മെൻറ്റ് കൊണ്ട് ഇവിടെ ബൈക്കിൻ്റെ ഒരു വെലോസിറ്റി നമുക്ക് തോന്നുക. അതുപോലെ ഇവിടെ കോർഡിനേറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ പാർട്ടിക്കിളിൻ്റെ ഒരു അഡീഷണൽ വെലോസിറ്റി ടേം നമുക്ക് തോന്നും. അതെത്ര ആയിരിക്കും? അതാണ് ഇവിടുത്തെ ചോദ്യം, അടുത്ത ചോദ്യം. അപ്പോൾ എത്ര അഡീഷണൽ വെലോസിറ്റി ഉണ്ടാവും? അപ്പോൾ നമുക്ക് +2 ലെവലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിൽക്കുകയാണ്. നമ്മൾ ചുറ്റും ഒരു വസ്തു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമ്മളെങ്ങനെ കണ്ടെത്തുക? വി = ആർ ക്രോസ് ഒമേഗ ക്രോസ് ആർ എന്ന് നമ്മൾ കണ്ടെത്തുക. വി = ഒമേഗ ക്രോസ് ആർ.
നമ്മൾ റെസ്റ്റിലാണ്, നമ്മളെ ചുറ്റൊരു സാധനം കറങ്ങുകയാണെങ്കിൽ. ഇനി നമ്മൾ കറങ്ങുകയാണ്, ഈ സാധനം റെസ്റ്റിലാണ് നിൽക്കുക, നമ്മളാണ് കറങ്ങുന്നത് ഒമേഗയിൽ, ഈ സാധനം റെസ്റ്റിലാണ്. വസ്തു റെസ്റ്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ആ വെലോസിറ്റി ഫീൽ ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ ബസ്സിൻ്റെ സ്കൂട്ടറിൻ്റെ വെലോസിറ്റി നെഗറ്റീവായി തോന്നിയില്ല, അതുപോലെ ഇവിടെ എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക? നെഗറ്റീവ്. നമ്മൾ റെസ്റ്റിലും അല്ല, നമ്മൾ കറങ്ങുക, സാധനം അവിടെ നിൽക്കുകയാണെങ്കിൽ വെലോസിറ്റി -ω/r ആയിരിക്കും. അതുപോലെ വെടിങ് ഉണ്ടാക്കാം, വെടി ഉണ്ടാവും. ഇവിടെ ഇപ്പം എന്താണ്? ഇവിടെ ഒബ്സർവർ കറങ്ങുകയാണ്. ഈ ഓറഞ്ച് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഒബ്സർവർ കറങ്ങുന്നത് കൊണ്ട് ഒരു അഡീഷണൽ വെലോസിറ്റി, ഒരു ടേം അവിടെ ഉണ്ടാവും ശരിക്കുള്ള വെലോസിറ്റിയിൽ നിന്ന്. അപ്പോൾ അതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? അപ്പോൾ രണ്ട് ഫ്രെയിമിലെയും വെലോസിറ്റി നമുക്ക് റിലേറ്റ് ചെയ്യാം. വെലോസിറ്റി ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഫ്രം ഇനേർഷ്യൽ ഫ്രെയിം. ഇത് മാത്രം മതിയോ? അങ്ങനെ ആകുമ്പോൾ തെറ്റാണ്. പിന്നെ ഒരു അഡീഷണൽ ടേം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് -ω/r എന്നുള്ളൊരു അഡീഷണൽ ടേം ഇവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ VR എന്നുള്ളതിന് നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. VI എന്നുള്ളത് നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. നമ്മുടെ പൊസിഷൻ വെക്ടറിനെ ചേഞ്ച് ആയിട്ട് എഴുതാം. dr/dt ഫ്രം ഇനേർഷ്യൽ ഫ്രെയിം. VR എന്നുള്ളത് എന്താ? dr/dt ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം. അവിടെ കൊടുക്കുകയാണെങ്കിൽ എന്തായി മാറും? ഒരു മോഡിഫിക്കേഷൻ വരും ഇവിടെ, ഇങ്ങനെയായി മാറും. dr/dt ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈസ് ഈക്വൽ ടു dr/dt ഫ്രം ഇനേർഷ്യൽ ഫ്രെയിം -ω/r. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുക. അതായത് ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, അതിനങ്ങോട്ടും കൊണ്ടുപോകുക, ഇതിനെ അങ്ങോട്ടും കൊണ്ടുപോവുക. അപ്പോൾ എന്തായി മാറും? അപ്പോൾ ഇങ്ങനെയാണ് ആവുക. അതായത് ഈ ω/r അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇനേർഷ്യലിനെ ഒരു സൈഡിലാവും, മറ്റേത് ഇങ്ങോട്ട് പോകും. ഓക്കെ. ഇത് ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ ഒരു പൊസിഷൻ വെക്ടറുകളുടെ ടൈം ഡെറിവേറ്റീവുകളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ദ അബോവ് ഇക്വേഷൻ റിലേറ്റ്സ് ടൈം ഡെറിവേറ്റീവ്സ് ഓഫ് പൊസിഷൻ വെക്ടേഴ്സ് ഇൻ ഇനേർഷ്യൽ ആൻഡ് റൊട്ടേറ്റിംഗ് ഫ്രെയിംസ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ പൊസിഷൻ വെക്ടറിനെ റിലേറ്റ് ചെയ്യുന്ന, പൊസിഷൻ വെക്ടറുകളുടെ ടൈം ഡെറിവേറ്റീവുകളുടെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണെങ്കിൽ പോലും ഇത് മറ്റ് വെക്ടേഴ്സും സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ പൊസിഷൻ വെക്ടറിനെ മാറ്റിയിട്ട് വേറെ എന്ത് വെക്ടർ കൊടുത്താലും അതിൻ്റെ ടൈം ഡെറിവേറ്റീവിനെയും ഇതെന്ത് ചെയ്യും? ഇത് ഈ ഇനേർഷ്യലിനെയും നോൺ ഇനേർഷ്യലിലെയും ടൈം ഡെറിവേറ്റീവുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനായി മാറും. ദ അബോവ് ഇക്വേഷൻ ഹോൾഡ്സ് ഫോർ ഓൾ വെക്ടേഴ്സ്. അതായത് ഏത് വെക്ടർ കൊടുത്താലും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനൊരു ഓപ്പറേറ്റർ ഇക്വേഷൻ ആക്കി മാറ്റാം. ഈ ആറിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക. ഓക്കെ. അപ്പോൾ എന്തായി മാറും? d/dt of any quantity in inertial frame is equal to d/dt of any quantity in rotating frame plus omega cross that quantity. ഇവിടെ ഏതാണ് ക്വാണ്ടിറ്റി കൊടുക്കുക, ഇവിടെ കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റി എല്ലായിടത്തും കൊടുക്കുക. അപ്പോൾ ഇതൊരു ഫേമസ് ഓപ്പറേറ്റർ ഇക്വേഷൻ ആണ്. ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ ഇക്വേഷൻ. ഏത് വെക്ടറും നമുക്ക് ഏത് ടൈം ഡെറിവേറ്റീവുകളെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ, ഈ രണ്ട് റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെയും ഇനേർഷ്യൽ ഫ്രെയിമിലെയും ടൈം ഡെറിവേറ്റീവുകളെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാൽ മതി. ഏതാണോ ആ വെക്ടർ നമുക്ക് ഏതിൻ്റെ ടൈം ഡെറിവേറ്റീവുകളാണോ നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്, ആ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ടൈം ഡെറിവേറ്റീവുകളെ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ മൊത്തം വെലോസിറ്റി കൊടുക്കുക. അതായത് നമുക്ക് വെലോസിറ്റി ശരിക്കും നമ്മുടെ മനസ്സിൽ എന്ത് വേണം? വെലോസിറ്റീൻ്റെ ടൈം ഡെറിവേറ്റീവാണ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റീനെ കൊടുത്താൽ കിട്ടണല്ലേ. വെലോസിറ്റീൻ്റെ ടൈം ഡെറിവേറ്റീവ് ആണല്ലോ ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ പുട്ടിങ് VI ഇനേർഷ്യൽ ഫ്രെയിമിലെ വെലോസിറ്റി ഇവിടെ കൊടുക്കുക. എന്താ സംഭവിക്കണേ? അപ്പോൾ എന്താ കിട്ടുക? അത് കൊടുത്താൽ എന്തായി മാറും? d/dt of VI in inertial frame is equal to d/dt of VI in rotating frame plus omega cross VI
അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ഇതെന്താണ്, ആക്സിലറേഷൻ ഇൻ റൊട്ടേറ്റ് ഇനേർഷ്യൽ ഫ്രെയിമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ വി ഐ ഇവിടെ പുറത്ത് ആറുമാണ്. അപ്പോൾ ഇതിനെ ഫുൾ ആറിൻ്റെ ടേമുക്ക് മാറ്റുക. വി ഐനെ ആറിൻ്റെ ടേമുക്ക് മാറ്റാനുള്ള എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഓൾറെഡി റിലേഷൻ ഉണ്ടല്ലോ, നമ്മൾ തുടങ്ങിയ റിലേഷൻ വി ഐനെ, ഇവിടുന്ന് വി ഐനെ അവിടെ കൊടുക്കുക. ഓക്കെ, വി ഐ ഈസ് ഈക്വൽ ടു വി ആർ പ്ലസ് ഒമേഗ ക്രോസ് ആറാണ് അവിടെ കൊടുക്കുക. ഇതല്ലേ ഈ റിലേഷൻ, ഇവിടുന്ന് വി ഐ ഈസ് ഈക്വൽ ടു വി ആർ പ്ലസ് ഒമേഗ ക്രോസ് ആറ് അതവിടെ കൊടുക്കുക. ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ ആറിനുള്ള മറന്നു പോകരുത്, ഇവിടെ ആറുന്നുണ്ട്. അപ്പോൾ ഇനി എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ എന്തായി മാറും, ഇതിൻ്റെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടേം വരും, ഇങ്ങനെ ടേം വരും. പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയും വരും. ഓക്കെ, പിന്നെ ഇവിടെ രണ്ട് ടേമുകളുണ്ട്, ഒമേഗ ക്രോസ് വി ആർ. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്, വെലോസിറ്റീൻ്റെ ടൈം ഡെറിവേറ്റീവ്. ഇത് ആക്സിലറേഷൻ ഫ്രം ഇനേർഷ്യൽ ഫ്രെയിമാണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നുള്ള ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഇതെന്താണ്, ആ പാർട്ടിക്കിളിൻ്റെ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നുള്ള ആക്സിലറേഷൻ പ്ലസ് ഒമേഗ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഈ ഡി ആർ ബൈ ഡി ടി എന്താ, ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം വി ആർ ആണ്, വി ആർ അല്ലേ, ഒമേഗ ക്രോസ് വി ആർ. അതായത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നുള്ള ആറിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്, ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നുള്ള വെലോസിറ്റി പ്ലസ് ഒമേഗ ക്രോസ് വി ആർ. അതായത് ഈ ടേം രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഈ ടേം ഇതാ, പിന്നെ ഇതാ, പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഓക്കെ, അതിന് ഈ രണ്ട് ടേം നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് ഒമേഗ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ് യൂണിഫോം ആംഗുലാർ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ നമ്മൾ ഈ ബ്രാക്കറ്റിൽ ഇവിടെ ടൈം ഡെറിവേറ്റീവ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് രണ്ടിനെയും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ പ്രൊഡക്റ്റ് റൂൾ വരും, ഡി ബൈ ഡി. ആദ്യത്തെ ഇങ്ങനെ തന്നെ വരും, ഡി വി ആർ ബൈ ഡി ടി. രണ്ടാമത്തേനെ ഇതാക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആറാണ് വരിക. അതെന്ന് പറഞ്ഞാൽ എന്താ, ഡി ഒമേഗ ബൈ ഡി ടി ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഉണ്ടല്ലോ ഈ ഡിഫറൻഷിയേഷൻ്റെ കേസിൽ, അതന്നെ ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി ഇങ്ങനെ വരിക. അപ്പോൾ ഈ ടേം എന്താണ്, ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഡി ഒമേഗ ബൈ ഡി ടി 0 ആണ്. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല, ഈ ടേം 0 ആവും. അപ്പോൾ ഇത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതിയത് കേട്ടോ, ഇത് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ എക്സ്പാൻഷന് ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മറ്റേ ടേം 0 ആയതുകൊണ്ടാണ്, ഒമേഗ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അവസാനം നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഒമേഗ ക്രോസ് അങ്ങനെയാണ് 3 ടേമുകളുള്ള ഒരു ഇക്വേഷനാണ് RHSൽ ഉണ്ടാവുക. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ഇനേർഷ്യൽ ഫ്രെയിം അതാണിത്. ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ മെഷേർഡ് ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിം പ്ലസ് 2 അഡീഷണൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്, കോറിയോളിസ് ആക്സിലറേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ഓക്കെ, അത് സെൻട്രിഫ്യൂഗൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. ശരിക്ക് ഇതിനെ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇതിനൊരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ സെൻട്രിഫ്യൂഗലായി മാറും. ഓക്കെ,
നമ്മൾ ഈ എ ആർ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ എന്തായി മാറും? ഇതിനെ നമ്മളൊന്ന് എ ആർ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എ ഐ, ഇത് തിരിച്ച് എഴുതുകയാണെങ്കിൽ എ ഐ മൈനസ് 2 ഒമേഗ ക്രോസ് വി ആർ മൈനസ് ഒമേഗ ക്രോസ് ആർ ഇങ്ങനെ ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അപ്പോൾ ഇതിങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷനാണ്, കാരണം ഇതിൻ്റെ നെഗറ്റീവാണിത്. ഓക്കെ, ഇനി ഇതാണ് ഇപ്പോൾ ആക്സിലറേഷൻ്റെ കാര്യം. ഇനി നമ്മൾ ഫോഴ്സ് മെഷർ ചെയ്യാൻ എന്താ ചെയ്യുക? രണ്ടിന്നും മെഷർ ചെയ്യുന്ന ഫോഴ്സ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ മൊത്തം മാസ് കൊണ്ടാണ് ഗുണിക്കുക. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഫോഴ്സും റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന രണ്ടിനും മെഷർ ചെയ്യുന്ന ഫോഴ്സുകൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എം എന്ത് കിട്ടും? എം എ ആർ ഈസ് ഈക്വൽ ടു മേലെ എഴുതി വെക്കും. മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എം, അതായത് ഈ ഇക്വേഷനെ മൊത്തം എം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്താൽ എം എ ഐ മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ആർ മൈനസ് ഒമേഗ ക്രോസ് ആർ. ഇല്ല, മൈനസ് എം ഇൻറ്റു ഒമേഗ ക്രോസ്. അവസാനത്തെ ടേം എന്താ? ഇവിടെ ഒരു എമ്മും കൂടി വരും. അപ്പോൾ എന്തായി മാറും? എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ അത് ഫോഴ്സ്, ഇതെന്താണ്? ഫോഴ്സ് മെഷേർഡ് ഫ്രം, നമ്മളിപ്പോൾ ഒരാൾ ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിൽക്കുന്ന ആൾ ഫോഴ്സ് മെഷർ ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക. ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന ആൾ ഫോഴ്സ് മെഷർ ചെയ്യുമ്പോൾ ഇതാണ്. കാരണം അയാളെ സംബന്ധിച്ചുള്ള ആക്സിലറേഷൻ എ ഐ ആണ്. അയാൾക്ക് കിട്ടിയ ആക്സിലറേഷൻ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അയാൾ മെഷർ ചെയ്ത ഫോഴ്സ്, റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ അയാൾ ഫൈൻഡ് ചെയ്ത ആക്സിലറേഷനുമായി മാസിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഫോഴ്സ് എം എ ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോഴ്സ് എങ്ങനെ എഴുതാം? എഫ് ആർ, ഫോഴ്സ് മെഷേർഡ് ഫ്രം rotating frame is equal to force measured from inertial frame minus this two term. What is this term? This is Coriolis force plus Coriolis force plus centrifugal force, where Coriolis force is given by Coriolis force and the minus 2m into omega cross VR. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താ? മൈനസ് എം ഇൻറ്റു ഒമേഗ ക്രോസ് വി, ഒമേഗ ക്രോസ് ആർ. അപ്പോൾ ഇവിടെയുള്ള സ്യൂഡോ ഫോഴ്സുകളാണിത്. ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രെയിമിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആൾ രണ്ട് സ്യൂഡോ ഫോഴ്സുകൾ ഇവിടെ മെഷർ ചെയ്യും. ഇത് രണ്ടും സ്യൂഡോ ഫോഴ്സാണ്. ഇത് അറൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ മെഷർ ചെയ്യുന്ന അയാൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് തോന്നുന്ന അഡീഷണൽ ഫോഴ്സുകളാണ്. ദീസ് ആർ സ്യൂഡോ ഫോഴ്സസ്. ശരിക്കും ആ പാർട്ടിക്കിളിൽ അങ്ങനത്തെ ഫോഴ്സൊന്നും ഇല്ല, പക്ഷേ അളക്കണ ആൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് തോന്നുന്ന ഫോഴ്സുകളാണ്. അതുകൊണ്ട് ഇത് സ്യൂഡോ ഫോഴ്സ് ഓർ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഫ്രം റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്. ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സുകളാണ്. അതാണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കേസിലുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സുകളെ കോറിയോളിസ് ഫോഴ്സ് പ്ലസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. മറ്റേ രീതിയിൽ എഴുതുകയാണെങ്കിൽ മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ആർ പ്ലസ് അല്ല മൈനസ്
എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. ഓക്കെ, ഇതാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇൻ ദ കേസ് ഓഫ് റൊട്ടേറ്റിംഗ് ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. എഫ് ആർ ഈസ് ഈക്വൽ ടു എഫ് ഐ. ഇവിടുത്തെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലേ ഇത്. അപ്പോൾ എഫ് ആർ ഈസ് ഈക്വൽ ടു എഫ് ഐ പ്ലസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. Coriolis force is the fictitious force acting on a particle which acts on a particle only if it is in motion with respect to the rotating frame. അതായത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ പാർട്ടിക്കിളിൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് എന്ത്, കോറിയോളിസ് ഫോഴ്സ്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ട്. നമ്മുടെ വെതർ സിസ്റ്റത്തിലൊക്കെ ഇതിനൊക്കെ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് പറയുന്നത്, നമ്മുടെ ഈ എർത്തിൽ ഒരുപാട് ഇതിൻ്റെ എഫക്റ്റുകളുണ്ട്. നമ്മളിപ്പോൾ സൈക്ലോണുകളൊക്കെ വിൻഡുകളൊക്കെ ബ്ലോ ചെയ്യുന്നുണ്ടല്ലോ, സൈക്ലോൺസ്, അങ്ങനത്തെ സ്ഥിരമായ ചില വിൻഡുകൾ. അതുപോലെ ക്ലൈമറ്റ്, നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വിൻഡ് സൗത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് എയർ പ്രവേശിക്കുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ മാറും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റാണ്. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്. അതുപോലെ ചില സാധനങ്ങൾ ഹൈറ്റിൽ നിന്ന് വീഴുന്ന സമയത്ത് ഇതിൻ്റെ എഫക്റ്റ് കൊണ്ട് ചില ഇതുകളുണ്ടാവും. അതുപോലെ ഫോക്കോൾസ് പെൻഡുലം, ഇതൊക്കെ ഇതിൻ്റെ കോൺസിക്വൻസസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.